അമ്മ വഴിയെ 4-ാം ദിവസം നമ്മുടെ ദൗത്യം എന്തെന്ന് അറിയാം. നിയോഗം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയ്ക്ക് നമ്മുടെ എല്ലാ കുടുംബനാഥന്മാരെയും നമുക്ക് സമർപ്പിക്കാം. വചനം ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 19-ാം തിരുവചനം. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. നമ്മുടെ ത്യാഗപ്രവൃത്തി ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്ന് 10 പേരോട് സ്നേഹത്തോടെ പറയുക. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ പിറന്നാൾ ദിവസത്തിലേക്ക് നമ്മൾ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 4-ാം ദിവസം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ വചനധ്യാനം നടത്തി ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പരിശുദ്ധ അമ്മ ഒരുപാട് നമ്മെ സ്നേഹിക്കുന്നുണ്ട്. ഷാലോം പ്രേക്ഷകരായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്നു കൊണ്ട് ഏകമനസ്സോടെ പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും പരിശുദ്ധ അമ്മ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതത്തിലെ ഒരു വചനമാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 49-ാം തിരുവചനത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഇത് വലിയൊരു ഉറപ്പാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു ബന്ധം, ദൈവബന്ധം, ഈ ഒരു ഉറപ്പ്, ശക്തനായവൻ എൻ്റെ കൂടെ ഉണ്ട്, ഈ ഒരു ബോധ്യമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൻ്റെ പരമപ്രധാനമായ വിജയത്തിന് കാരണമാകുക. പണമോ പ്രതാപമോ കീർത്തിയോ പെരുമയോ പ്രശസ്തിയോ സ്ഥാനമാനങ്ങളോ നമുക്ക് കിട്ടുന്ന ട്രോഫികളോ അംഗീകാരങ്ങളോ എല്ലാം നമ്മൾ ഒരുപക്ഷം ഉണ്ടെങ്കിൽ കുറച്ച് നേരത്തേക്ക് പിടിച്ചു നിർത്തിയേക്കാം. പക്ഷേ സ്ഥായിയായി നമ്മുടെ ജീവിതത്തിൻ്റെ ഉറപ്പെന്ന് പറയുന്നത് ശക്തനായവൻ എൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മളുടെ കുടുംബനാഥന്മാരെ പ്രത്യേകം സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഈ ദിവസം അവരോടൊപ്പം നമുക്ക് ഈ ആരാധന നടത്താം. അവർ വിവിധ സ്ഥലങ്ങളിലാകാം, വിദേശങ്ങളിലാകാം, ഒരുപക്ഷെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മളോടൊപ്പം ഇല്ലായിരിക്കാം. എന്നാലും പരിശുദ്ധമായ ആ സാന്നിധ്യം, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അവരുടെ മേൽ വ്യാപരിക്കാൻ നമുക്ക് ഈ ആരാധനയിൽ അവരെ സമർപ്പിക്കാം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്, പരിശുദ്ധ അമ്മ നമ്മെ ഇന്ന് പഠിപ്പിക്കുന്ന വിശാലമായൊരു ഹൃദയാകാശം, അത് ദൗത്യബോധമുള്ളവരാകുക. നമ്മുടെ കുടുംബനാഥന്മാർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുമ്പോൾ ഈ ദൗത്യബോധം നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് അമ്മ പഠിപ്പിക്കുകയാണ്. അമ്മയുടെ മനസ്സിലൊരു ഉറപ്പുണ്ടായിരുന്നു. നമുക്കറിയാം, പരിശുദ്ധ അമ്മയ്ക്ക് മാലാഖ ഒറ്റ തവണ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൂ. ഗബ്രിയേൽ ദൂതൻ ഒറ്റ തവണ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൂ. പിന്നീട് അവളുടെ ജീവിതത്തിൽ പ്രത്യേകമായിട്ടുള്ള ഇടപെടലുകളൊന്നും കാണുന്നില്ല. പക്ഷേ അവൾ ഫോക്കസ്ഡ് ആയിരുന്നു. അവൾക്ക് എങ്ങോട്ട് നീങ്ങണമെന്നറിയാമായിരുന്നു. അതുകൊണ്ട് അതിന് കാരണം അവളെ ഏൽപ്പിച്ച ദൗത്യം, സഹരക്ഷക എന്ന ദൗത്യം അവൾക്ക് വളരെ ഉറപ്പുള്ളതായിരുന്നു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുന്ന് ഏൽപ്പിച്ച ഒരു പദ്ധതിയുണ്ട്. ഈ പദ്ധതി പൂർത്തീകരിക്കുക എന്നുള്ളതാണ് അവളുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് ശിഷ്യന്മാർ പോലും ഓടി ഒളിച്ചപ്പോഴും അവരെല്ലാം ചേർത്ത് പിടിച്ചതും അവരോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിച്ചതും. ആദിമസഭയ്ക്ക് ദിശാബോധം നൽകിയത് അവളാണ്. ഈ സുവിശേഷങ്ങൾ എഴുതാൻ കാരണമായത് അവളാണ്. അവൾ പറഞ്ഞു കൊടുത്തത് കൊണ്ടാണ് ഈശോയുടെ ബാല്യത്തെയും ജനനത്തെയും കൗമാരത്തെയും കുറിച്ചൊക്കെ ഈ പുസ്തകത്തിലെ ഏകദാനം അറിവുകളെങ്കിലും നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് മറിയത്തിൻ്റെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ചരിത്രമാണ് ബൈബിൾ. കാരണം അത്രമേൽ അവൾക്കൊരു ഉറപ്പുണ്ടായിരുന്നു. രക്ഷാകര സംഭവങ്ങളെക്കുറിച്ച് വ്യക്തതയുണ്ടായിരുന്നു, ക്ലാരിറ്റി ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ധ്യാനിക്കേണ്ടത് പരിശുദ്ധ അമ്മ ഈ ഒരു വഴിയിലൂടെ നമ്മളെ നടത്താൻ ആഗ്രഹിക്കുകയാണ്. ക്ലാരിറ്റി ഓഫ് തോട്ട്. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ എവിടോട്ടാണ് നീങ്ങുന്നത്? ദൗത്യബോധമാണ് ദിശാബോധം നൽകുന്നത്. ഈ കാലഘട്ടത്തിൻ്റെ പല അപജയങ്ങളുമുണ്ട്, പല ജീർണതകളുമുണ്ട്. നമുക്കറിയാം, എല്ലാ മേഖലകളിലും അങ്ങിങ്ങായിട്ട് അപജയങ്ങൾ സംഭവിക്കുന്നുണ്ട്. അങ്ങിങ്ങായിട്ട് പല മേഖലകളിലും വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട്. അത് പൗരോഹിത്യത്തിൻ്റെ
ജീവിതമെടുത്താലും സന്യാസ ജീവിതമെടുത്താലും സഭയുടെ മേഖലകളാണെങ്കിലും കുടുംബങ്ങളിലാണെങ്കിലും വിശ്വാസ ദാമ്പത്തിക ബന്ധങ്ങളിലാണെങ്കിലും എല്ലാം അപജയങ്ങൾ സംഭവിക്കുന്നുണ്ട്, ജീർണതകൾ സംഭവിക്കുന്നുണ്ട്. എന്താണ് കാരണം? ഞാൻ കാണുന്നു അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ. എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാതെ പോയാൽ, ദൗത്യബോധം നഷ്ടപ്പെട്ടാൽ എങ്ങോട്ട് നീങ്ങണമെന്നറിയാതെ പോകും, ദിശാബോധം നഷ്ടപ്പെടും. പ്രിയമുള്ളവർ, നമ്മളുടെ ജീവിതത്തിൻ്റെ പശ്ചാത്തലങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ, നമ്മുടെ പള്ളികൾ കൃപയുടെ ഉറവിടങ്ങളാണ്. പക്ഷേ പല പള്ളികളുമൊക്കെ വെറും കാര്യാലയങ്ങളായി മാത്രം മാറുന്നില്ലേ? ജനം ആത്മീയതയ്ക്ക് വേണ്ടി ധ്യാനകേന്ദ്രങ്ങളിലേക്ക് ഓടിപ്പോവുകയാണ്. പണ്ടത്തെ ധ്യാനകേന്ദ്രങ്ങളായിരുന്നു നമ്മുടെ പള്ളികൾ. പള്ളികളിലാണ് ഈ ഒരു കൃപയുടെ ഒഴുക്കുണ്ടായിരുന്നത്. അത് നഷ്ടപ്പെടാൻ പാടില്ല. അതാണ്, ഈ ദൗത്യബോധം നഷ്ടപ്പെട്ടാൽ ദിശാബോധം നഷ്ടപ്പെടും. നമ്മുടെ ഒരിക്കലും സത്യമറിയാത്ത, ഒരിക്കലും സത്യം മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ജീവിത സാഹചര്യങ്ങൾ നമുക്ക് ചുറ്റും നമ്മൾ പടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൗത്യബോധമുള്ളവരാകണം. എന്താണ് സത്യമെന്നും എന്താണ് നാം ചെയ്യേണ്ടതെന്നും നാം എങ്ങോട്ടാണ് നീങ്ങുന്നതെന്നും വ്യക്തമായ ഒരു ക്ലിയറായിട്ടുള്ള, ക്ലാരിറ്റിയുള്ള ഒരു ബോധം നമുക്കുണ്ടാകണം. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ചരിത്രത്തിലെ പാഠമുണ്ട്. സഭയുടെ ചരിത്രത്തിലെ ഒരു പാഠമാണ്. നമുക്കറിയാം, സഭയുടെ ചരിത്രത്തെ രണ്ടായിട്ട് തിരിക്കാമെങ്കിൽ, അതായത് പഴയ നിയമവും പുതിയ നിയമവും പോലെ ബൈബിളിനെ തിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സഭയുടെ ചരിത്രത്തെ തിരിക്കാമെങ്കിൽ, സഭയുടെ ചരിത്രത്തെ തിരിച്ച ഒരു ഇവൻ്റാണ് രണ്ടാം വത്തിക്കാൻ സുനോദോസ്. രണ്ടാം വത്തിക്കാൻ സുനോദോസിൻ്റെ കാരണമായ മാർപ്പാപ്പയാണ് ജോൺ 23 മാർപ്പാപ്പ, വിശുദ്ധനായ മാർപ്പാപ്പ. പ്രായം ചെന്നതിന് ശേഷമാണ് അദ്ദേഹം മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. കാരണം 12 പീയൂസ് മാർപ്പാപ്പായ്ക്കും ജോൺ പോൾ 2 മാർപ്പാപ്പായ്ക്കും ശക്തരായ 2 മാർപ്പാപ്പമാരാണ്. അവർക്ക് ഇടയിൽ ഒരു ഇൻറ്റെരിം പോപ്പ്, ഒരു ഇടക്കാല പാപ്പ, അങ്ങനെ ഒരു പാപ്പായെ സഭയ്ക്ക് മതിയായിരുന്നു. അടുത്ത പാപ്പായിലേക്ക് എത്തിക്കുന്നിടം വരെ സഭയെ ശാന്തമായി നയിക്കുന്ന ഒരു പ്രായമായ പക്വതയുള്ള വിശുദ്ധനായ ഒരു സാധു മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ജോൺ 23 മാർപ്പാപ്പ സഭയിൽ ചാർജ് എടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആളുകളോട് പറയുകയാണ്, നമുക്കൊരു സുന്നകദോസ് തുടങ്ങണം, നമുക്കൊരു സുന്നകദോസ് വേണം, നമുക്കൊരു സിനഡ് വേണം. സ്വാഭാവികമായിട്ടും ആളുകൾ പ്രതികരിച്ചത് നമുക്കറിയാം. ആളുകൾ പ്രതികരിച്ചത് വൃദ്ധ മനസ്സിൻ്റെ ജൽപ്പനങ്ങളാണ്. പ്രായമായി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പിറുപിറുക്കും. അതുകൊണ്ട് നമ്മൾ വലിയ മുഖവിലേക്ക് എടുക്കേണ്ടതില്ലെന്നാണ് തോന്നുന്നത്. പക്ഷേ അദ്ദേഹം സ്ട്രോങ് ആയി പറഞ്ഞു, നമുക്കൊരു സിനഡ് വേണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണ് പലരും അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചു. കാരണം സഭയിൽ ഒരു പ്രതിസന്ധി ഇല്ലല്ലോ, പിന്നെന്തിനാണ് ഒരു സുനകദോസ്? സാധാരണ പാഷണ്ഡതകൾ ഉണ്ടാകുമ്പോഴാണ് സുനകദോസുകൾ, അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ്, ധാർമ്മികമായ അപജയങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. ഇതൊന്നും ഇപ്പോൾ സഭയ്ക്കില്ലല്ലോ, സഭ ശാന്തമായി ഒഴുകുകയല്ലേ. അദ്ദേഹം പറഞ്ഞു, അതേ മക്കളെ, സഭ ശാന്തമായിട്ടാണ് ഒഴുകുന്നത്, പക്ഷേ സഭ ദിശ മാറിയാണ് ഒഴുകുന്നത്. സഭ ശാന്തമായിട്ടാണ് ഒഴുകുന്നത്, പക്ഷേ സഭ ദിശ മാറിയാണ് ഒഴുകുന്നത്. അതുകൊണ്ട് സഭ ഉറവിടത്തിലേക്ക് മടങ്ങണം, സഭ സുവിശേഷത്തിലേക്ക് മടങ്ങണം, സഭ അതിനെ വെട്ടിയെടുത്ത ശിലാഗർഭങ്ങളിലേക്ക് മടങ്ങണം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിൽ പ്രിയപ്പെട്ടവരെ ആരംഭിച്ചതാണ് വത്തിക്കാൻ സുനഹദോസ്, രണ്ടാം വത്തിക്കാൻ സുനഹദോസ്. നമുക്കറിയാം, സഭയുടെ ഇന്ന് കാണുന്ന എല്ലാ നവീകരണങ്ങൾക്കും ചുക്കാൻ പിടിച്ചത്, അതിന് കാരണമായത് ഈ വത്തിക്കാൻ സുനഹദോസാണ്. പിന്നീട് ശക്തനായ, കരുത്തനായ ജോൺ പോൾ 2 മാർപ്പാപ്പ അത് ഏറ്റെടുത്തു, അതിനെ വിജയത്തിലെത്തിച്ചു. അതിനാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഈ കാലഘട്ടത്തിൽ നമുക്ക് പരിശുദ്ധാത്മാവ് തരുന്ന ഒരു സന്ദേശം, പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ ദൗത്യബോധം ഉള്ളവരാകുക. സഭയുടെ ദൗത്യം എന്താണ് എന്ന് സഭ അറിയണം. അറിയാതെ പോയാൽ അത് ജീർണിച്ചു പോകും. നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു ദൗത്യം, കുടുംബത്തെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമുണ്ട്, ഒരു വ്യക്തികളെയും ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൂതുണ്ട്, സന്ദേശമുണ്ട്. അത് തിരിച്ചറിയാതെ പോയാൽ നമ്മൾ ദിശ മാറി ഒഴുകും. ഒരുപക്ഷെ ശാന്തമായിട്ടാണ് ഒഴുകുന്നതെന്ന് തോന്നിയേക്കാം, ബട്ട് വി വിൽ എൻഡ് അപ്പ് ഇൻ ഹെൽ.
നമ്മൾ എത്തിച്ചേരുന്നത് ശരിയായ പാതയിലായിരിക്കില്ല. അതിനാൽ പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്നത് ഈ ശക്തനായവൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് അറിയുക. ബൈബിളിൽ ഈശോയ്ക്കും ഈ ദൗത്യബോധമുണ്ടായിരുന്നു. എന്നാണ് ഈ ദൗത്യം? എന്നെ, നിങ്ങളെ പരിശുദ്ധ അമ്മ വഴി ഇന്ന് സഭ പരിശുദ്ധാത്മാവ് ഏൽപ്പിക്കുന്ന ഒരു പ്രധാന പാഠമാണിത്. എന്താണ് നമ്മുടെ ദൗത്യം? അത് മനസ്സിലാക്കണമെങ്കിൽ ഈശോയുടെ ദൗത്യം എന്തായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ വളരെ പെട്ടെന്ന് ഈ ഈശോയുടെ ദൗത്യം എന്താണ് എന്ന് പഠിപ്പിക്കുന്ന പാഠം നമ്മളൊന്ന് കാണുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. 4-ാം വാക്യം: പിതാവേ, അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി. ശ്രദ്ധിക്കണം, ഈശോ പറയുകയാണ്, പിതാവേ, എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു. ആ ജോലി ആരാണ് ഏൽപ്പിച്ചത്? പിതാവാണ് ഏൽപ്പിച്ചത്. പിതാവ് എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കി. എന്നിട്ട് ഈശോ പറയുകയാണ്, എന്നെ ഏൽപ്പിച്ച ഈ ജോലി ഞാൻ പൂർത്തിയാക്കിയിട്ട് ഞാൻ സ്വർഗത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഈശോ പറയുകയാണ്, 5-ാം വാക്യം പറയുകയാണ്, ആകയാൽ പിതാവേ, ലോക സൃഷ്ടിക്കു മുൻപ് എനിക്ക് അവിടുത്തോടൊപ്പമുണ്ടായിരുന്ന മഹത്വത്താൽ ഇപ്പോൾ അവിടുത്തെ സന്നിധിയിൽ എന്നെ മഹത്വപ്പെടുത്തണമേ. അതായത് ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ. പിതാവേ, എന്നെ ഒരു ജോലി അപ്പൻ ഏൽപ്പിച്ചിങ്ങോട്ട് വിട്ടു, ഞാനത് പൂർത്തിയാക്കി, നാളെ കഴിഞ്ഞ് ഞാൻ വരികയാണ്. അതിനു മുൻപുള്ള പ്രാർത്ഥനയാണ്, മഹായിടയൻ്റെ പ്രാർത്ഥനയാണ്, മഹാപ്രാർത്ഥനയാണിത്. ഈ പ്രാർത്ഥനയിൽ അപ്പനോട് പറയണം, അപ്പ എല്ലാം പൂർത്തിയാക്കി ഞാൻ വരികയാണ്. വരുമ്പോൾ അപ്പൻ എനിക്ക് തിരിച്ചു തരേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ലോക സൃഷ്ടിക്ക് മുൻപ് എനിക്ക് അപ്പനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു സ്ഥാനമുണ്ട്. പരിശുദ്ധ തൃത്വത്തിലെ പുത്രൻ തമ്പുരാൻ്റെ 2-ാം സ്ഥാനം. ഏകദൈവമായ പരിശുദ്ധ തൃത്വത്തിലെ ഈ പുത്രൻ തമ്പുരാൻ്റെ സ്ഥാനമുണ്ട്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഈ സ്ഥാനം, പുത്രൻ്റെ ഈ സ്ഥാനം തിരിച്ചു തന്നെന്നെ മഹത്വപ്പെടുത്തണം. ഇതാണ് ഈശോയുടെ പ്രാർത്ഥന. അപ്പം നമുക്ക് മനസ്സിലാകുകയാണ്, ഈശോയ്ക്കൊരു ദൗത്യമുണ്ടായിരുന്നു. ആ ദൗത്യം കൃത്യമായി ഈശോ പൂർത്തിയാക്കി തിരിച്ചു പോരുകയാണ്. തിരിച്ചു വരുമ്പോൾ പിതാവേ, ആ പഴയ സ്ഥാനം, ദൈവമെന്ന ആ സ്ഥാനം, പുത്രൻ തമ്പുരാൻ്റെ തൃത്വത്തിലെ സ്ഥാനം എനിക്ക് തന്നെ മഹത്വപ്പെടുത്തണം. പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. അതിനുശേഷം വീണ്ടും അവിടുന്ന് പറയുകയാണ്, എന്താണ് ഈ ജോലി എന്ന് അറിയുന്നതാണ് നിത്യജീവൻ. അതാണ് വളരെ വ്യക്തമായിട്ട് ഈശോ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 3-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, ഏക സത്യദൈവമായ അവിടുത്തെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയണം. ഇതാണ് നിത്യജീവൻ. പ്രിയപ്പെട്ടവരെ, ഇത് ഒരല്പം ഗഹനമായി നമുക്ക് തോന്നിയേക്കാം. ശ്രദ്ധിച്ചിരുന്നാലേ മനസ്സിലാകുകയുള്ളൂ. അപ്പന് ഒരു ദൗത്യമുണ്ട്. ആ അപ്പൻ്റെ ദൗത്യം മകൻ ഏറ്റെടുത്തു. ആ ദൗത്യവുമായി ഭൂമിയിൽ വന്നു. ആ ദൗത്യം അപ്പൻ ഏൽപ്പിച്ചത് പൂർത്തിയാക്കി തിരിച്ചു പോവുകയാണ്. ഈ കാര്യം അറിയുന്നതാണ് നിത്യജീവൻ. ഈ ദൗത്യത്തെക്കുറിച്ച് അറിയാതെ പോയാൽ നമ്മൾ എന്തെല്ലാം പള്ളി നടത്തിയാലും എന്തെല്ലാം സഭ നടത്തിയാലും പരാജയമാണ്. അത് വളരെ വ്യക്തമായിട്ട് ഈശോ നമ്മെ പഠിപ്പിക്കുന്ന പാഠമാണ്. യോഹന്നാൻ, ഈശോയുടെ നെഞ്ചോട് ചാരിക്കിടന്ന യോഹന്നാൻ സ്ലീഹ അവൻ്റെ പൾസ് അറിഞ്ഞിട്ട് എഴുതി വെച്ച കാര്യമാണ്. യോഹന്നാൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് ഈശോ കൊടുത്ത പ്രൈവറ്റ് ട്യൂഷനാണ്. ബാക്കി 3 സുവിശേഷങ്ങളിലും ഒരേ പാറ്റേണാണ്. പക്ഷേ യോഹന്നാൻ്റെ സുവിശേഷം വേറൊരു സ്റ്റൈലാണ്. കാരണം പബ്ലിക് മിനിസ്ട്രിയിൽ ഈശോ നടത്തിയ കാര്യങ്ങളല്ല യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നത്. അങ്ങിങ്ങായിട്ട് പറയുന്നുണ്ടെങ്കിലും ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ശിഷ്യന്മാർക്ക് പ്രൈവറ്റായിട്ട് എടുത്ത ട്യൂഷനാണ് യോഹന്നാൻ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ യോഹന്നാന് കൃത്യമായിട്ട് ഈശോ നടത്തിയ ഈ ഇടപെടലുകളെ, പ്രാർത്ഥനകളെ നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് ഈ മഹാ ഇടയൻ്റെ പ്രാർത്ഥന, ഈ വലിയ പ്രാർത്ഥനയിൽ യോഹന്നാൻ പറയുന്നത്, ഈശോ ഇങ്ങനെ പ്രാർത്ഥിച്ചു, അപ്പോൾ ആ ദൗത്യം പൂർത്തിയാക്കി ഞാൻ തിരിച്ചു വരികയാ, അതുകൊണ്ട് എന്നെ മഹത്വപ്പെടുത്തണം. അങ്ങയെയും എന്നെയും അറിയുന്നതാണ് നിത്യജീവൻ. അതുകൊണ്ട് എന്താണ് ഈ ദൗത്യം എന്ന് നമ്മൾ അറിയണം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് അടുത്ത വചനത്തിൽ എന്താണ് ഈ ദൗത്യമെന്ന് പറയുകയാണ്. അതിൻ്റെ 6-ാം തിരുവചനത്തിൽ ഇതാണ്
യേശു ക്രിസ്തുവിൻ്റെ ദൗത്യം. ഈ ദൗത്യമാണ് നമ്മളെയും ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ ദൗത്യം അറിയാതെ പോകുന്നതാണ് നമ്മുടെ പരാജയം. എന്താണ് ദൗത്യം? 6-ാം വാക്യം, ലോകത്തിൽ അവിടുന്ന് എനിക്ക് നൽകിയവർക്ക് അവിടുത്തെ നാമം ഞാൻ വെളിപ്പെടുത്തി. ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൗത്യം. പിതാവേ, ഇതാണ് എന്നെ അവിടുന്ന് ഏൽപ്പിച്ച ജോലി. ലോകത്തിൽ എനിക്ക് നൽകിയവർക്ക് ദൈവത്തിൻ്റെ നാമം വെളിപ്പെടുത്തുക. ഇങ്ങനൊരപ്പനുണ്ട് എന്ന്, ഇങ്ങനൊരു സ്നേഹമുണ്ട് എന്ന് വെളിപ്പെടുത്തുക. ഇതാണ് ദൗത്യം. ഇത് കഴിഞ്ഞിട്ട് ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട്, പിതാവേ, അങ്ങ് എനിക്ക് നൽകിയവർക്ക് ഇതേ ദൗത്യം തന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ്. അവരുടെയും ദൗത്യം വേറൊന്നുമില്ല, വേറെ ദൗത്യങ്ങളൊന്നുമില്ല നമുക്ക്. ഈ അപ്പൻ്റെ, സ്നേഹമുള്ള അപ്പൻ്റെ ഈ സ്വഭാവം, കരുണയുടെ മുഖം ലോകത്തിന് വെളിപ്പെടുത്തുക. ഇതിനാണ് സഭ, ഇതിനാണ് പള്ളി, ഇതിനാണ് ക്രിസ്ത്യാനി. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന അമ്മയുടെ പിറന്നാളിൽ ഈ ദൗത്യബോധം നമുക്കുണ്ടായാൽ, അപ്പൻ്റെ സ്നേഹം ഉള്ളിൽ മനസ്സിലാക്കി 4 പേരോട് പറയുക. ഇതാണ് അമ്മ ഏറ്റവും കൂടുതൽ ഈ പിറന്നാളിൽ സന്തോഷിക്കുന്ന കാര്യം. അതിനാൽ ഈ ദൗത്യബോധം നമുക്കുണ്ടാകണമെന്ന് ഈശോ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് 17-ാം അധ്യായത്തിൻ്റെ 18-ാം തിരുവചനത്തിൽ ഇങ്ങനെ ഈശോ പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, അങ്ങ് എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാനും അവരെ ലോകത്തിലേക്ക് അയക്കുന്നു. ഇതാണ് ദൗത്യം. എന്തിന്? പിതാവേ, അങ്ങയുടെ നാമം ഞാൻ ലോകത്തിന് വെളിപ്പെടുത്തിയതുപോലെ എൻ്റെ ഈ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെയും ഞാൻ ലോകത്തിലേക്ക് അയക്കുകയാണ്. അവരും അങ്ങയുടെ നാമം, ഞാൻ വെളിപ്പെടുത്തി കൊടുത്ത ആ നാമം, അവർ അങ്ങയുടെ ഈ നാമം ലോകത്തിന് വെളിപ്പെടുത്തണം. സ്നേഹമുള്ളവരെ, ഇതല്ലാതെ വേറെ എന്ത് ചെയ്താലും നമ്മൾ പരാജയപ്പെട്ടു. ഈ കാലഘട്ടത്തിൻ്റെ ജീർണതകൾക്കെല്ലാം കാരണം ഈ അടിസ്ഥാന വിഷയത്തിൽ നിന്ന് തെന്നി മാറിപ്പോകുന്നതാണ്. നമ്മൾ സ്ഥാപനങ്ങളിലും നമ്മുടെ പള്ളികളിലും വ്യക്തി ജീവിതങ്ങളിലും കുടുംബങ്ങളിലും പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിൻ്റെ സ്നേഹത്തെ അറിഞ്ഞ് അത് 4 പേരോട് പറയുന്നില്ലെങ്കിൽ നമ്മളൊക്കെ ഒരു പരാജയമാകുന്നുവെന്ന് അമ്മ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്ന ഏക കാര്യം ദൗത്യബോധമുള്ളവരാകുക. ഇല്ല എങ്കിൽ നമ്മൾ എങ്ങോട്ടാണ് സഞ്ചരിക്കുക എന്ന് നമുക്കറിഞ്ഞുകൂടാ. നമുക്കറിയാം, ഈ മൈക്കിന് ഒരു ദൗത്യമുണ്ട്, ഇവിടെ ഈ ലൈറ്റിന് ഒക്കെ ഒരു ദൗത്യമുണ്ട്, ഈ ആലയത്തിനൊരു ദൗത്യമുണ്ട്. ഈ ദൗത്യം മാറി ഇത് സഞ്ചരിച്ചാൽ, ഉദാഹരണത്തിന് ഈ മൈക്കിൻ്റെ ദൗത്യം ശബ്ദം വലുതാക്കി ഉച്ചത്തിൽ കേൾപ്പിക്കുക, അകലെ ഇരിക്കുന്നവരെയും ഇത് കേൾപ്പിക്കുക. ഇതാണ് മൈക്കിൻ്റെ ദൗത്യം. ഈ മൈക്കിൻ്റെ ദൗത്യം മാറി ഈ മൈക്ക് വേറെ എന്തിനുപയോഗിച്ചാലും അതിൽ തന്നെ ഇതിൻ്റെ നാശമായിരിക്കും. ഇതുപോലെ അതുകൊണ്ടാണ് ഓരോ ഉപകരണങ്ങൾ നമുക്ക് തരുമ്പോഴും ഒരു കാറ്റലോഗ് തരും, ഇതെങ്ങനെ ഉപയോഗിക്കണമെന്നുള്ള ഒരു മാനുവൽ നമുക്ക് തരും. ബൈബിൾ നമുക്ക് തന്നിരിക്കുന്ന മാനുവലാണ്. എന്താണ് നമ്മുടെ ദൗത്യം? വ്യക്തമായി ദൈവം ഒരേ ഒരു ദൗത്യമേ, വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്പിരിച്വാലിറ്റിയാണിത്. ഇത് മാത്രമേ ദൈവം നമുക്ക് തന്നിട്ടുള്ളൂ. അതാണ് അപ്പൻ്റെ സ്നേഹം അറിയുക, ആ സ്നേഹം വെളിപ്പെടുത്തുക. സ്നേഹമുള്ള ഈ അപ്പൻ്റെ കരുണയുടെ മുഖം അറിഞ്ഞ് വെളിപ്പെടുത്തുക. ഇതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഏക ദൗത്യം. ഇതിൽ കുടുംബനാഥന്മാർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ട അപ്പന്മാരെ, കുടുംബത്തിൽ നിങ്ങൾ എന്തെല്ലാം മക്കൾക്ക് വാങ്ങിച്ചു കൊടുത്താലും ഈ ദൈവത്തിൻ്റെ സ്നേഹത്തെ, കരുണയെക്കുറിച്ച് നിങ്ങൾ കുഞ്ഞുങ്ങളോട് പറയാൻ പരാജയപ്പെട്ടാൽ നിങ്ങൾക്കവരെ നഷ്ടമാകും. ഒരു പക്ഷെന്നുണ്ടെങ്കിൽ ഞായറാഴ്ചകളിൽ പോലും കുഞ്ഞുങ്ങളെ പല ട്യൂഷനുകൾ വിടുന്ന സങ്കടകരമായ കാഴ്ചകളുണ്ട്. ഇത് പറയുമ്പോൾ അമ്മ വല്ലാതെ വേദനിക്കുന്നില്ലേ? അമ്മയെ സ്നേഹിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ ഈ ദിവസങ്ങളിൽ ഒന്ന് ചൂടുന്നത്? അമ്മയുടെ മനസ്സറിഞ്ഞ് നമുക്ക് പ്രവർത്തിക്കാം. അമ്മയ്ക്ക് ഈ ദിശാബോധമുണ്ടായിരുന്നു, ഉറപ്പുണ്ടായിരുന്നു. ശക്തനായവൻ എന്നെ വലിയ കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച്
ക്ലാരിറ്റി പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്നു. അതേപോലെയാണ് ഈശോ ജീവിച്ചത്. അപ്പൻ്റെ കാര്യത്തിൽ വ്യാപരിക്കുക, അപ്പൻ്റെ കാര്യത്തോട് അതിനൊന്നാം സ്ഥാനം കൊടുക്കുക. ഈശോ രണ്ടാം കാര്യങ്ങൾ കൊണ്ട് സംതൃപ്തിപ്പെടുന്നവനല്ല. ഈശോയ്ക്ക് രണ്ടാം സ്ഥാനം കൊടുത്താൽ ഈശോയുടെ മുഖം പാടും. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് അവൻ നമ്മെ ഏൽപ്പിച്ച ദൗത്യം, അവൻ്റെ നാമം വെളിപ്പെടുത്തുക എന്ന ദൗത്യം നമ്മൾ മറ്റുള്ളവരെ അറിയിക്കും. ഇവിടെ ഇങ്ങനെ അറിയിച്ചാലുള്ള ഗുണം എന്താണ് എന്ന് യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 19-ാം തിരുവചനത്തിൽ പറയുന്ന ഒരു വചനമുണ്ട്. യാക്കോബ് 5:19 നമുക്ക് തരുന്നൊരു സുന്ദരമായ വാഗ്ദാനമാണ്. എന്താണെന്നറിയാമോ? ഈ നാമം, കരുണയുള്ള അപ്പൻ്റെ നാമം, സ്നേഹമുള്ള അപ്പൻ്റെ നാമം വെളിപ്പെടുത്തിയാൽ നമുക്കെന്താ കിട്ടുന്നതെന്നറിയാമോ? എൻ്റെ സഹോദരരെ, നിങ്ങളിൽ ഒരാൾ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയും അവനെ വേറൊരാൾ സത്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്താൽ, പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിക്കുന്നവൻ തൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും തൻ്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുകയും ചെയ്യുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവേൻ. ഇത് വലിയൊരു ഭാഗ്യമല്ലേ? അതായത് ഒരാളെ സത്യത്തിലേക്ക്, എന്താണ് സത്യം? ഏകസത്യദൈവമായ അവിടുത്തെ അറിയുക. ആരാണവൻ? കരുണയുള്ള ഒരു അപ്പനാണ്. ഈ ദൈവം ശരി തെറ്റുകളുടെ കണക്കപ്പിള്ളയായ ഒരു ദൈവമല്ല. ഇതാണ് ഈശോ വെളിപ്പെടുത്തിയത്. ശരി ചെയ്താൽ കയ്യടി, തെറ്റ് ചെയ്താൽ അടി. ഇതല്ല ദൈവം. അങ്ങനെ ചിന്തിച്ച ഒരു കാലമുണ്ടായിരുന്നു. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഈശോ പഠിപ്പിക്കുന്നത്, ആ കാലഘട്ടത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയ, ദൈവം പോലും വേണ്ട എന്ന് കരുതി എന്ന് വിശ്വസിച്ചിരുന്ന, സിനഗോഗുകളിൽ നിന്ന് പോലും പുറത്താക്കപ്പെട്ട, ദൈവം വിചാരിച്ചാൽ പോലും ഞങ്ങൾക്ക് സ്വർഗം കിട്ടില്ല എന്ന് കരുതിയ ദ എക്സ്പെൻഡബിൾസ്, ആ വാക്കുകൾ ഉപയോഗിക്കാമെങ്കിൽ, അത്രമേൽ ദുരിതം പിടിച്ച, ആർക്കും വേണ്ട ഗതികെട്ട ജീവിതത്തിൻ്റെ ഉടമകളായ ഈ മനുഷ്യരോട് നോക്കിയിട്ട് ഈശോ പറയുകയാണ്, മക്കളെ, നിങ്ങളുടെ പറമ്പിൽ, നിങ്ങളുടെ വഴിയിൽ, ചന്തസ്ഥലത്ത് ഏതെങ്കിലും ഒരു പക്ഷി പട്ടിണി വീണം മൂലം ചത്തു വീഴുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പട്ടിണി കൊണ്ട് ഏതെങ്കിലും പക്ഷികൾ ചത്തു വീഴുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവർ പറഞ്ഞില്ല. എന്താ കാര്യമെന്നറിയാമോ? ഈ ആകാശത്തിലെ പറവുകളെ പോറ്റുന്ന ഒരു അപ്പനുണ്ട്. അവർ കരുതിയിരുന്നത് ഫരീസ്യർക്കും നിയമജ്ഞർക്കും മാത്രമാണ് അനുഗ്രഹങ്ങൾ. ഈശോ അവരോട് പറഞ്ഞു, അങ്ങനല്ല മക്കളെ. നിങ്ങളുടെ വീട്ടിലും മഴ പെയ്യുമ്പം മഴത്തുള്ളികൾ വീഴാറില്ലേ? സൂര്യൻ ഉദിക്കുമ്പോൾ വെയിൽ ഫരീസ്യൻ്റെ വീട്ടിൽ മാത്രമല്ലല്ലോ കിട്ടുന്നത്, നിങ്ങൾക്കും കിട്ടുന്നില്ലേ? ശരിയാണല്ലോ. ഇങ്ങനൊരപ്പനുണ്ട്. മഴ പെയ്യിക്കുമ്പോൾ ദുഷ്ടൻ്റെയും ശിഷ്ടൻ്റെയും മേലവൻ പെയ്യിക്കും. ദുഷ്ടരോടും ശിഷ്ടരോടും കരുണ കാണിക്കുന്ന ഒരു ദൈവം ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവരുടെ ജീവിതത്തിലെ വലിയൊരു വെളിപാടായിരുന്നു. ഇതാണ് ഈശോ വെളിപ്പെടുത്തിയത്. ഇങ്ങനൊരപ്പനുണ്ട്. ശരി തെറ്റുകളുടെ കണക്കപ്പിള്ളയ അപ്പനല്ല, സ്നേഹിക്കുന്നൊരപ്പനുണ്ട്. ഈ വെളിപാടാണ് അവർക്ക് ദിശാബോധം നൽകിയത്, എങ്ങോട്ട് നീങ്ങണം. അതുകൊണ്ടാണ് അവർ ഈശോയുടെ അടുത്തേക്ക് ഓടിക്കൂടിയത്. അതിനാൽ ദൗത്യബോധം നഷ്ടപ്പെടരുത്. എന്താണ് പറയേണ്ടത്? ഈ അപ്പനെ വെളിപ്പെടുത്താൻ ശ്രമിക്കുക. ഈ അപ്പനെ വെളിപ്പെടുത്താത്തിടത്തോളം നമ്മളുടെ ജീവിതങ്ങളെല്ലാം പരാജയമാണ്. അതുകൊണ്ട് ദൗത്യബോധമുള്ളവരാകുക, അങ്ങനെ ദിശാബോധമുള്ളവരാകുക. നമുക്ക് പരിശുദ്ധ അമ്മയുടെ സന്തോഷത്തിന് കാരണമാകാം. ഈ കാലഘട്ടത്തിൻ്റെ ജീർണതകൾക്കുള്ള ഏക ഉത്തരം നേര് എന്താണ്, സത്യം എന്താണ്, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്താണ് എന്ന് ഓരോരുത്തരും തിരിച്ചറിയുക. അത് മറ്റൊന്നുമില്ല. എല്ലാവർക്കും ഒറ്റ ദൗത്യമേ ഉള്ളൂ. ഒരപ്പനുണ്ട്, സ്നേഹിക്കുന്ന ഒരപ്പൻ, തള്ളിക്കളയാത്തൊരപ്പൻ, ചേർത്ത് പിടിക്കുന്ന ഒരപ്പൻ, പൊതിഞ്ഞു പിടിക്കുന്ന ഒരപ്പൻ, ഒറ്റയാളെയും അന്യരാക്കിയവരെ പോലും സ്വന്തമാക്കാൻ വെമ്പുന്ന ഒരപ്പൻ. ഈ അപ്പനാണ് നമ്മുടെ ദൈവം. അത് നമുക്ക് തിരിച്ചറിയാനും അത് ഏറ്റെടുക്കാനും അത് പറയാനും ശ്രമിച്ചാൽ നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയും ഉറപ്പാക്കാം. അതിനാൽ നമ്മൾ കുടുംബനാഥന്മാരെ പ്രത്യേകം സമർപ്പിക്കുകയാണ്. ഈ ദിവസം അവർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. അവരെ അനുഗ്രഹിച്ചുകൊണ്ട് നമ്മൾ അവരുടെ മേൽ ദൈവത്തിൻ്റെ അനന്തമായ ശക്തി വ്യാപരിക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു നിമിഷം
പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങളുടെ എല്ലാ കുടുംബനാഥന്മാരെയും സമർപ്പിക്കുകയാണ്. ഈ ആരാധനയിലേക്ക് അവരെ ചേർത്ത് വെക്കുകയാണ്. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന അവരുടെ മേൽ അങ്ങയുടെ വചനം അയച്ച് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. വെളിപാടിൻ്റെ പുസ്തകം 5-ാം അധ്യായം 5-ാം തിരുവചനം. ഈ വചനമേറ്റു പറഞ്ഞുകൊണ്ട് നമ്മുടെ കുടുംബനാഥന്മാരെ, നമ്മുടെ പിതാക്കന്മാരെ സകലരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. യൂദാവംശത്തിൻ്റെ സന്തതി യാക്കോബിൻ്റെ പേരായി ഇവൻ വിജയിച്ചിരിക്കുന്നു. അവന് ചുരുൾ നിവർത്താനും സപ്തമുദ്രകൾ പൊട്ടിക്കാനും കഴിയും. ഈ വചനത്തിൻ്റെ അനോയിൻറ്റിങ്, അഭിഷേകം എല്ലാ കുടുംബനാഥന്മാരിലേക്കും വ്യാപരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം നമുക്ക് നമ്മുടെ കുടുംബനാഥന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന, അവരും ചേർന്ന് ചെയ്യാവുന്ന ഒരു സൽപ്രവൃത്തി ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. അത് മറ്റൊന്നുമല്ല, നമ്മൾ ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന് ഒരു 10 പേരോട് പറയാൻ നമുക്ക് സാധിക്കുമോ? ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ഈ അപ്പൻ്റെ സ്നേഹം ഉള്ളിൽ വെളിപ്പെട്ട് കിട്ടാനുള്ള ഏക വഴി ഈ തിരിച്ചറിവാണ്. പ്രിയമുള്ളവരെ, ഒരുപാട് തളർന്ന് നമ്മളെ സമീപിക്കുന്ന ധാരാളം പേരുണ്ട്. അവരെയൊക്കെ നോക്കി, സാരമില്ല കേട്ടോ, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്നൊന്ന് പറയാമോ? ഒരു 10 പേരോട് ഈ അപ്പൻ്റെ സ്നേഹത്തെക്കുറിച്ചൊന്ന് പറയാമോ? ഇതാണ് നമ്മളെ ദൗത്യബോധമുള്ളവരാക്കാൻ വളർത്തുന്നത്. ഇതാണ് നമുക്ക് നിത്യജീവൻ തരുന്നത്. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ശക്തി അവരെ സൗഖ്യപ്പെടുത്തും. എന്താണ് കാരണമെന്നറിയാമോ? നമ്മിൽ നിറയുന്ന ഈ ദൈവസ്നേഹം അവരിലേക്ക് പകരപ്പെടും. അവർ ഈ ദൈവസ്നേഹം അനുഭവിക്കും. അങ്ങനെ അവർ നമ്മളോടൊപ്പം നിത്യതയുടെ ഭാഗ്യം അനുഭവിക്കണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നു. നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. ഇസ്രായേലിൻ രാജാവേ, എൻ ദൈവമാം യഹോവേ, ഞാനങ്ങേ വാഴ്ത്തിടുന്നു, നന്മകൾ ഓർത്തിടുന്നു. ഇസ്രായേലിൻ രാജാവേ, എൻ ദൈവമാം യഹോവേ, ഞാനങ്ങേ വാഴ്ത്തിടുന്നു, നന്മകൾ ഓർത്തിടുന്നു. യേശുവേ, യേശുവേ, തിരുക്കരമെന്നെ താങ്ങി വൻ പ്രതികൂലങ്ങളിൽ മുൻപോട്ടു യാത്ര ചെയ്യുവാൻ ബലമെന്നും നൽകിയതാ. തിരുക്കരമെന്നെ താങ്ങി വൻ പ്രതികൂലങ്ങളിൽ മുൻപോട്ടു യാത്ര
അളവില്ലാത്ത സ്നേഹം. അളവില്ല സ്നേഹത്തിനാ നന്ദി നന്ദി നാഥാ. എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി ഈശോയെ. അളവില്ല സ്നേഹത്തിനാ ഈ ആരാധനയ്ക്കായി ഞങ്ങളെ ക്ഷണിച്ചതിന് നന്ദി ഈശോയെ. നന്ദി നാഥാ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആരാധിക്കാൻ കൃപ തരുന്നത് അളവില്ല സ്നേഹത്തിനാ എല്ലാ അനുഗ്രഹങ്ങൾക്ക് കൃപകൾക്ക് നന്ദി നന്ദി നാഥാ. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്നേഹത്തിനാ ആരാധന ആരാധന ഈശോയെ. നന്ദി നന്ദി ദൈവമേ നന്ദി. അങ്ങയുടെ സ്നേഹത്തിന്, അങ്ങയുടെ കരുതലിന്, അങ്ങയുടെ നടത്തിപ്പിനും, അങ്ങയുടെ എല്ലാ സ്നേഹങ്ങൾക്കും, അങ്ങയുടെ പരിശുദ്ധമായ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ഈ ശുശ്രൂഷകൾക്ക് ശലോം ടെലിവിഷനിലൂടെ ഈ ശുശ്രൂഷ കാണുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ പ്രിയപ്പെട്ട മക്കളെ ഇതിനൊരുക്കിയതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അമ്മ വഴിയെ നമ്മൾ സഞ്ചരിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ പിറന്നാളിൻ്റെ ഏറ്റവും അടുത്ത ഒരുക്കത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ 4-ാം ദിനം നമ്മളുടെ ദൗത്യം എന്തെന്നറിയണമെന്ന് നമ്മൾ ധ്യാനിച്ചു. എന്താണ് നമ്മളുടെ ദൗത്യം? യഥാർത്ഥത്തിൽ നമ്മുടെ ദൗത്യം അറിയുന്നത് നമുക്ക് ദിശാബോധം നൽകും. നാം എങ്ങോട്ട് സഞ്ചരിക്കണമെന്നുള്ളത് നമ്മുടെ ദൗത്യത്തെ ആശ്രയിച്ചിരിക്കും. എന്താണ് ചെയ്യേണ്ടതെന്നറിയാത്തവർ എങ്ങോട്ടേലും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് ദിശാബോധം നൽകുന്നത് ദൗത്യബോധമാണ്. ഇന്ന് നമ്മൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിന് നമ്മുടെ കുടുംബനാഥന്മാരെ പ്രത്യേകം സമർപ്പിക്കുന്ന ദിവസമാണല്ലോ. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് സ്വർഗത്തിൻ്റെ ശക്തിയും അധികാരവും വേണം. ഈ ഭൂമിയുടെ സകല ശത്രുക്കളെയും ചവിട്ടിമെതിക്കുവാൻ അവരുടെ കാലുകൾക്ക് കരുത്ത് വേണം. അവർക്ക് ജീവിതത്തിൻ്റെ വഴിത്താരകൾ എങ്ങോട്ടാണ് സഞ്ചരിക്കേണ്ടതെന്ന് കൃത്യമായ അറിവ് വേണം. അവരാണ് ഈ ദേശത്തെ, നാടിനെ, കുടുംബങ്ങളെ, നമ്മെ ഓരോരുത്തരെ നയിക്കേണ്ടവർ. അതിനാൽ നമ്മൾ അവർക്ക് വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പ്രത്യേക ദിവസമാണ് അമ്മയുടെ പിറന്നാളിൻ്റെ നൽവരങ്ങൾ അവരിലേക്ക് ചൊരിയപ്പെടുവാൻ. വിദേശങ്ങളിലായിരിക്കുന്നവർ, പ്രവാസികളായി കഴിയുന്നവർ, ചാരത്തായിരിക്കുന്നവർ, നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവർ, കഷ്ടപ്പെട്ടെരിഞ്ഞ് തീർന്നുകൊണ്ടിരിക്കുന്നവർ, രോഗത്തിലായിരിക്കുന്നവർ, നമ്മുടെ പ്രിയപ്പെട്ട കുടുംബനാഥന്മാരുടെ വരുമാന വഴികൾ, വരുമാന മാർഗങ്ങൾ, അവർക്ക് വേണ്ടിയുള്ള അധ്വാന മേഖലകൾ ദൈവം ഒരുക്കിയത് എല്ലാത്തിനെയും സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. വചനം ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 19-ാം തിരുവചനം. ഇങ്ങനെ ഒന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മേൽ ചവിട്ടി നടക്കാൻ ഞാൻ നിനക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മേൽ ചവിട്ടി നടക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, എന്താണ് ദൗത്യം എന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നാം അത് കണ്ടു. എന്താണ് ദൗത്യമെന്ന് ഈശോ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്ന അധ്യായമാണത്. അവൻ പിതാവിനോട് പ്രാർത്ഥിച്ചു, പിതാവേ, അങ്ങ് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് അങ്ങയുടെ നാമം ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. എന്താണ് അങ്ങ് പിതാവ് ഈശോയെ ഏൽപ്പിച്ച ജോലി എന്ന് നാം കണ്ടു. അത് പിതാവിൻ്റെ സ്നേഹം ലോകത്തിന് വെളിപ്പെടുത്തുക. സ്നേഹമുള്ളൊരപ്പൻ നമുക്കുണ്ട്. ശരിതെറ്റുകളുടെ കണക്കപ്പിള്ളയായ ഒരപ്പനല്ല, കരുണയുള്ള ഒരപ്പൻ, സ്വർഗത്തിൻ്റെ പിതാവ് നമുക്കുണ്ട്. ഇതാണ് നമ്മുടെ ദൗത്യം. ഇത് മറ്റുള്ളവരോട് പറയുക, ഇത് വെളിപ്പെടുത്തുക. പ്രവൃത്തിയിലും ചിന്തയിലും വാക്കിലും ഈ ദൈവസ്നേഹത്തെ അറിഞ്ഞ് മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുക. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ത്യാഗപ്രവൃത്തി, ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്ന് സ്നേഹത്തോടൊരു 10 പേരോട് പറയണം. ഇന്നത്തെ നമ്മുടെ ത്യാഗപ്രവൃത്തി പരിശുദ്ധ അമ്മയ്ക്ക് പിറന്നാളിന് നമുക്ക് നൽകാനുള്ള സമ്മാനമാണത്.
ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്ന് 10 പേരോട് സ്നേഹത്തോടെ ഒന്ന് പറയാൻ സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ സ്നേഹ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കരങ്ങൾ ഒരിക്കൽ കൂടി നെഞ്ചോട് ചേർത്ത് വെച്ച് ഈ ഇരടികളോട് ചേർന്ന്, ഈ ഗാനത്തോട് ചേർന്ന് നമുക്കും ദൈവത്തെ മഹത്വപ്പെടുത്താം. സമർപ്പിക്കുന്നു എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. അനന്തമായി അവിടുത്തെ സ്നേഹത്തിലേക്ക് നമ്മെ സമർപ്പിച്ചുകൊണ്ട് പാടാം. നാഥാ സമർപ്പിക്കുന്നു എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. 1 യോഹന്നാൻ 4:8 പറയും, ദൈവം സ്നേഹമാണ്. ഈ സ്നേഹത്തെ അറിയുന്നതാണ് ദൗത്യം. ഈ ദൗത്യബോധം നമ്മിൽ നിറയാൻ വേണ്ടി അവിടുത്തെ സ്നേഹത്തിൻ്റെ ആഴമുള്ള വചനങ്ങൾ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ പതിയണം. 1 യോഹന്നാൻ 3:1 യോഹന്നാൻ ശ്ലീഹ ഈശോയുടെ നെഞ്ചോട് ചാഞ്ഞു കിടന്ന് ആ സ്നേഹം ഉൾക്കൊണ്ടുകൊണ്ട് ഇങ്ങനെ എഴുതി വെച്ചു, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് അപ്പൻ നമ്മളോട് കാണിച്ചിരിക്കുന്നത്. എന്താണ് ദൈവത്തിൻ്റെ സ്നേഹം? 1 യോഹന്നാൻ 4:10 വ്യക്തമാക്കി, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. ഇതാണ് സ്നേഹം. എൻ്റെ അപ്പൻ എന്നെ സ്നേഹിക്കുന്നു. എന്താണ് തെളിവ്? അവിടുന്ന് ഏകമകനെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി നമുക്ക് വേണ്ടി അയച്ചു തന്നു. ഇതിലാണ് സ്നേഹം. അതിനാൽ ഈ സ്നേഹത്തിൽ നമ്മൾ വസിക്കണം. ഇതാണ് നമ്മുടെ ദൗത്യം. ഈ സ്നേഹം മറ്റുള്ളവരോട് പങ്കുവെക്കണം. ഈ സ്നേഹം കാണണം. ഈ കരുണയുടെ മുഖം കണ്ട് മറ്റുള്ളവരോട് ഇങ്ങനൊരു അപ്പനുണ്ട് എന്ന് പറയണം. സ്നേഹിക്കുന്ന ഒരപ്പനുണ്ട്. 1 യോഹന്നാൻ 4:16 ദൈവം സ്നേഹമാണ്. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു. ദൈവം സ്നേഹമാണ്. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മളിപ്പോൾ പരിശുദ്ധാത്മാവിനോട് ഈരടികൾ പാടി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവാണ് ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെടാൻ കാരണം. വചനം പറയുന്നു, റോമർ 5:5 നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഈ അപ്പൻ്റെ സ്നേഹം കാണണമെങ്കിൽ, കണ്ണു തുറന്ന് കിട്ടണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കണം. സഹായകനായ പരിശുദ്ധാത്മാവ്, നിത്യരക്ഷകനായ പരിശുദ്ധാത്മാവ് ഇപ്പോൾ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ സന്നിധിയിൽ നിന്നുകൊണ്ട് ആത്മനിറവിന് വേണ്ടി ഒരിക്കൽ കൂടി പാടി പ്രാർത്ഥിക്കാം. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ
ജെറമ്യായുടെ പുസ്തകം 31-ാം അധ്യായം 20-ാം തിരുവചനം. എഫ്രായിം എൻ്റെ വത്സലപുത്രനല്ലേ, എൻ്റെ ഓമനക്കുട്ടൻ. അവന് വിരോധമായി പെരുമാറുമ്പോഴെല്ലാം അവൻ്റെ സ്മരണ എന്നിൽ ഉദിക്കുന്നു. എൻ്റെ ഹൃദയം അവന് വേണ്ടി തുടിക്കുന്നു. എനിക്ക് അവനോട് നിസീമമായ കരുണ തോന്നുന്നു. പരിശുദ്ധാത്മാവേ, ഈ സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വെളിപ്പെടുത്തി തരണമേ. ഒരിക്കൽ കൂടി ഈശോയുടെ ആത്മാവിനെ നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ച് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ. എല്ലാ കുടുംബനാഥന്മാരെയും ഇപ്പോൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവസ്നേഹത്തിന്റെ വലിയ അഭിഷേകം കുഞ്ഞുങ്ങൾക്ക് ദൈവത്തിന്റെ കരുണ പറഞ്ഞു കൊടുക്കാനുള്ള തുറവേ, സ്വർഗത്തിന്റെ നിത്യതയുടെ വെളിച്ചം കൊണ്ട് നിറയാനുള്ള അഭിഷേകം കർത്താവേ ഹൃദയങ്ങളിൽ എൻ്റെ മക്കൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മയുടെ പിറന്നാളിന്റെ വലിയ നൽവരങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വഴിഞ്ഞൊഴുകുവാൻ പരിശുദ്ധ റൂഹ സഹായിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ സ്തോത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട കർത്താവ്, ഇപ്പോൾ നമ്മുടെ കുടുംബനാഥന്മാരെ, അവരുടെ ജോലി മേഖലകളെ, വരുമാന മാർഗങ്ങളെ മുദ്രയിട്ട് അനുഗ്രഹിക്കുന്ന ഒരു ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ അമ്മയുടെ പിറന്നാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ എല്ലാ നൽവരങ്ങളും അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് തരാൻ തയ്യാറാണ്. അതുകൊണ്ട് ഈ ദിവസം അമ്മയിലൂടെ ഈശോ തൻ്റെ തുളയ്ക്കപ്പെട്ട കരം അമ്മയോട് ചേർന്ന് വെച്ച് നമ്മുടെ കുടുംബനാഥന്മാരുടെ വരുമാനങ്ങളെ, അധ്വാനങ്ങളെ, ആരോഗ്യത്തെ അനുഗ്രഹിക്കുന്ന ദിവസമാണ്. അതിനാൽ ഈ ദിവസം പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ മുദ്രയിൽ വിശ്വസിച്ചുകൊണ്ട്, ശരണപ്പെട്ടുകൊണ്ട്, ഈശോയുടെ മുദ്ര നമ്മുടെ ഹൃദയങ്ങളെ, ജീവിതങ്ങളെ അനുഗ്രഹമാക്കി തീർക്കുന്ന വിശ്വസിച്ചുകൊണ്ട് ഒന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. രക്ഷകനായ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ രക്ഷാമുദ്ര പതിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, യേശു ക്രിസ്തുവിന്റെ രക്ഷാകരമായ കുരിശടയാളത്താൽ സകല ശത്രുക്കളെയും ഞങ്ങളിൽ നിന്ന് അകറ്റണമേ. വിശുദ്ധ കുരിശിന്റെ തിരുമുദ്ര സ്ഥിരമായി ഞങ്ങളുടെ കുടുംബങ്ങളിൽ പതിയട്ടെ. പരിശുദ്ധ സ്ലീബായുടെ അടയാളം ഞങ്ങളുടെ കുടുംബങ്ങളെ, വരുമാന മാർഗങ്ങളെ, കുടുംബനാഥന്മാരെ വലയം ചെയ്യട്ടെ. കുരിശടയാളത്താലേ സകല ദുഷ്ടശക്തികളും നിർവീര്യമാകട്ടെ. കുരിശിന്റെ മുദ്രയാ സംരക്ഷണമുണ്ടാകട്ടെ. കുരിശിന്റെ മുദ്ര ഞങ്ങൾക്ക് ശക്തി പകരട്ടെ. കുരിശിന്റെ അടയാളത്താലേ വിജയം വരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ ദേശത്തും നഗരങ്ങളിലും ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ഇടവകകളിലും ഞങ്ങളുടെ കൂട്ടായ്മകളിലും ഏതെങ്കിലും വിധത്തിൽ നടമാടുന്ന തിന്മകളെയോ മ്ലേച്ഛതകളെയോ ഓർത്തുകൊണ്ട് കരുണയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ നെറ്റിയിൽ അടയാളമിട്ട് ഞങ്ങളെ സംരക്ഷിക്കുന്ന ദൈവം നീയാകയാ. അങ്ങയുടെ അടയാളത്താൽ ദുഷ്ടശക്തികളെല്ലാം ഞങ്ങളെ വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവത്തിന്റെ മുദ്രയായ കുരിശടയാളത്താൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ആശീർവദിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് പാടി ആശീർവാദത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. പ്രിയപ്പെട്ടവരെ, ഈ സമയം ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞെങ്കിൽ മാത്രമേ മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമുക്കാവൂ. അതാണ് നമ്മുടെ ദൗത്യം. ഈ ദൗത്യം തിരിച്ചറിയുന്നത് വഴി നമ്മൾ ദിശാബോധമുള്ളവരാകും. നമ്മളൊരു പക്ഷേ ശാന്തമായി ഒഴുകുന്നു എന്ന് തോന്നിയേക്കാം, നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് തോന്നിയേക്കാം. എന്നാൽ നമ്മൾ ദിശ മാറിയാണ് ഒഴുകുന്നതെങ്കിൽ നമ്മളൊരു പരാജയമായി മാറും. അതിനാൽ ദൗത്യബോധമുള്ളവരാകണം. ദൈവത്തിൻ്റെ സ്നേഹം ഹൃദയത്തിൽ നിറയുന്നതാണ് പിതാവ് പുത്രനെ ഏൽപ്പിച്ച ദൗത്യം. പിതാവേ, അങ്ങെനിക്ക് നൽകിയവർക്ക് അങ്ങയുടെ നാമം ഞാൻ വെളിപ്പെടുത്തി, സ്നേഹിക്കുന്ന ഒരപ്പനുണ്ട് എന്ന് വെളിപ്പെടുത്തി. ഈ ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഈശോ മടങ്ങി. അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവരെയും ഇതേ ജോലി ഏൽപ്പിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഇതാ അങ്ങെനിക്ക് തന്നവരെ, അങ്ങയുടെ നാമം ഞാൻ വെളിപ്പെടുത്തി അവരെയും അയക്കുന്നു ലോകത്തിലേക്ക്. ഞങ്ങളുടെ ദൗത്യവും ഇത് തന്നെയാണ്. സ്നേഹമുള്ളൊരപ്പനുണ്ട്. ഈ അപ്പൻ്റെ സ്നേഹം അനുഭവിക്കണം. ഈ സ്നേഹം മറ്റുള്ളവരോട് പങ്കുവെക്കണം. ഇന്ന് ദൈവം നിന്നെ സ്നേഹിക്കുന്നുവെന്ന് സ്നേഹത്തോടെ 10 പേരോട് പറയാൻ നമുക്കാവട്ടെ. പരിശുദ്ധ അമ്മയുടെ പിറന്നാളിൽ അമ്മ സന്തോഷിക്കാനിടവരട്ടെ. അമ്മയോട് ചേർന്ന് ആശീർവാദത്തിന് വേണ്ടി ഈ രടികൾ പാടി ഒരുങ്ങും. സ്ലീബ 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 വിജയക്കൊടിയല്ലോ, സഹനങ്ങളിലും ദുഃഖങ്ങളിലും തുണയല്ലോ, സഹനങ്ങളിലും ദുഃഖങ്ങളിലും തുണയല്ലോ. സ്ലീബ 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 വിജയക്കൊടിയല്ലോ, സഹനങ്ങളിലും ദുഃഖങ്ങളിലും തുണയല്ലോ, സഹനങ്ങളിലും ദുഃഖങ്ങളിലും തുണയല്ലോ. സ്ലീബ 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 വന്നിച്ചിടുമ്പോൾ ഉന്നത വിജയം പാപപരീക്ഷയിലെപ്പോഴും. സ്ലീബ 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 ചിഹ്നം ചൂടുമ്പോൾ ഉന്നത വിജയം പാപപരീക്ഷയിലെപ്പോഴും. ആഹാ, ഉന്നത വിജയം പാപപരീക്ഷയിലെപ്പോഴും. സ്ലീബ 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 വിജയക്കൊടിയല്ലോ, സഹനങ്ങളിലും ദുഃഖങ്ങളിലും തുണയല്ലോ, സഹനങ്ങളിലും ദുഃഖങ്ങളിലും തുണയല്ലോ. കരങ്ങൾ ഉയർത്താം. അഭിഷേകത്താൽ അനുഗ്രഹിക്കുന്നു. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തിയുടെയും മീതെ ചവിട്ടി നടക്കാൻ ഞാൻ നിനക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിന്നെ ഉപദ്രവിക്കില്ല. കർത്താവിന്റെ സംരക്ഷണം നിറയട്ടെ, കർത്താവിന്റെ സ്നേഹം നിറയട്ടെ, കർത്താവിന്റെ ശക്തി തിരിച്ചറിയട്ടെ, കർത്താവിന്റെ വീണ്ടെടുപ്പിന്റെ ശക്തി അറിയട്ടെ. മറ്റുള്ളവരോട് ദൈവസ്നേഹം പ്രഘോഷിക്കാം, സ്നേഹത്തോടെ ദൈവസ്നേഹം പ്രഘോഷിക്കാം. ഇടവരട്ടെ, ഇടവരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആശീർവാദത്തിനായി നമുക്ക് തലകളെ വണങ്ങാം. യേശുവേ
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മാതാവിനോടുള്ള ഇന്നത്തെ പ്രാർത്ഥന. യേശുവിൻ്റെ അമ്മേ, ജപമാല രാജ്ഞി, ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമായ സഭയുടെ അമ്മേ, പലവിധ കലഹങ്ങളാൽ ഭിന്നിച്ചു നിൽക്കുന്ന മനുഷ്യവംശത്തിനു മുഴുവൻ ഐക്യവും സമാധാനവും നൽകണമേ. അങ്ങയുടെ മക്കളെ എല്ലാവരെയും സ്നേഹത്തിൽ ഒന്നിപ്പിക്കുകയും മാനസാന്തരത്തിൻ്റെ വരം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അംബികേനാഥേ കന്യകേ, ത്രിലോകരാജ്ഞിയായി മേവുന്നോളേ, പാടുന്നു ഞങ്ങൾ തൻ മാനസവീണയിൽ നിൻ സ്തുതി ഗീതകങ്ങൾ.